ഒരു ദിവസം കൊണ്ട് ജീവിതം മാറി മറിയുമോ? ഒരു നിമിഷം കൊണ്ട് പോലും മാറാം അല്ലേ? ഇന്ന് ഹലോ മലയാളത്തിൽ ഒരു 16-കാരി പെൺകുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1934 ഗാന്ധിജി കേരളത്തിലെത്തിയ സമയം വടകരയിലെ വേദിയിൽ ഹരിജനോദ്ധാരണത്തിന് വേണ്ടി ഫണ്ട് കണ്ടെത്താനായി ഗാന്ധിജി അഭ്യർത്ഥിച്ചു. നിങ്ങളിവിടെ ആവശ്യത്തിലേറെ ആഭരണങ്ങൾ അണിഞ്ഞാണ് വന്നിരിക്കുന്നത്. അധികമെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ആഭരണങ്ങളുടെ പങ്ക് എന്നെ ഏൽപ്പിക്കുക. അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞ ഉടനെ വേദിയിലേക്ക് കയറി ചെന്നു. ആദ്യം ഒരു കൈയിലെ സ്വർണ്ണവള അഴിച്ചു നൽകി, പിന്നെ മറ്റേ കൈയിലെ വളയും ഗാന്ധിജിക്ക് നൽകി, പിന്നീട് കഴുത്തിലെ മാലയും കമ്മലുകളുമെല്ലാം ഇങ്ങനെ കൈമാറി. ഇങ്ങനെ ആഭരണങ്ങൾ അഴിച്ചു നൽകാൻ അച്ഛനമ്മമാരുടെ സമ്മതമുണ്ടോ? ഗാന്ധിജി ചോദിച്ചു. അച്ഛൻ വേദിയിൽ തന്നെ ഉണ്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിന്റെ ത്യാഗം നീ ഇപ്പോൾ ഉപേക്ഷിച്ച ആഭരണങ്ങളെക്കാൾ വിലയേറിയ ആഭരണമാണ്. ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ എഴുതി കൊടുത്താണ് അന്ന് ഗാന്ധിജി പോയത്. പിറ്റേന്ന് കോഴിക്കോടായിരുന്നു ഗാന്ധിജിയുടെ പ്രാർത്ഥനാ യോഗം. അന്ന് ആ പെൺകുട്ടിയെ തേടി വന്നത് കെ കേളപ്പനാണ്. ആഭരണങ്ങൾ നൽകിയ പെൺകുട്ടിയെ ഗാന്ധിജി അന്വേഷിക്കുന്നുവെന്ന് കെ കേളപ്പൻ പറഞ്ഞു. വടകരയിലെ ചടങ്ങിലേക്ക് എത്തുന്നത് വരെ സ്വാതന്ത്ര്യ സമരത്തോട് മാനസികമായ അഭിനിവേശം മാത്രമുണ്ടായിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അത്. പക്ഷേ ആ ദിവസം അവളെ മാറ്റിമറിച്ചു. അവളുടെ പേരായിരുന്നു കൗമുദി. സ്വാതന്ത്ര്യ സമരത്തിനായി ജീവിതം നോറ്റ നമ്മുടെ സ്വന്തം കൗമുദി ടീച്ചർ. രണ്ടാമത് കണ്ടപ്പോൾ ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കൗമുദിയെക്കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് പൂർത്തിയാവുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇനി കൗമുദി ആഭരണങ്ങൾ അണിയുമോ? രണ്ടാമതൊന്നും ആലോചിക്കാതെ കൗമുദി ടീച്ചർ പറഞ്ഞു, ഇല്ല. അപ്പോൾ വിവാഹ സമയത്തോ എന്ന് ഗാന്ധിജി വീണ്ടും ചോദിച്ചു. അങ്ങനെയുള്ള ആളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നായിരുന്നു കൗമുദിയുടെ മറുപടി. ഗാന്ധിജിയുടെ അനുഗ്രഹങ്ങളോടെ വീട്ടിലേക്ക് പോന്ന കൗമുദി പിന്നീടുള്ള ജീവിതത്തിലാകെ ഗാന്ധിജിയുടെ ആ വാക്കുകളെ കൂടെ കൊണ്ടു നടന്നു. വിവാഹം പോലും കഴിക്കാതെ ഹിന്ദി പഠിപ്പിക്കാനും സാമൂഹിക പ്രവർത്തനങ്ങൾക്കുമായി ജീവിതത്തെ മാറ്റി. ഒരു സാധാരണ കുട്ടിയിൽ നിന്നും ഗാന്ധിയൻ മാതൃക പിൻപറ്റി ഉജ്ജ്വലമായ സ്ത്രീ മാതൃകയായി ഒരൊറ്റ ദിവസം കൊണ്ട് മാറി കൗമുദി ടീച്ചർ. 2009 ഓഗസ്റ്റ് 4 92-ാം വയസ്സിൽ മരിക്കുന്നത് വരെ ഗാന്ധിയൻ ആദർശങ്ങളിലായിരുന്നു ടീച്ചറുടെ ജീവിതം. ഇന്ന് കൗമുദി ടീച്ചറുടെ ഓർമ്മ ദിനമാണ്. അന്ന് 16 വയസ്സുകാരിയായ കൗമുദിയെ സ്വാധീനിച്ച ഗാന്ധിജിയുടെ ഒരു ശ്രദ്ധേയമായ വചനം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്താ പ്രഭാതം ആരംഭിക്കാം. അതിങ്ങനെയാണ്: നിങ്ങൾ ഈ ലോകത്ത് എന്ത് മാറ്റം വന്നു കാണാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതാകണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ആദ്യം നമ്മൾ, പിന്നീട് കുടുംബം, പിന്നീട് സമൂഹം, പിന്നീട് രാജ്യം. അങ്ങനെയാണ് ലോകം തന്നെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് എത്തുന്നത്. അതിനായി നമ്മൾ തന്നെ മാറാം.